ഗുഡ് ഈവനിങ്. എല്ലാവരെയും കേരള PSC LDC 2024 പ്രിപ്പറേഷൻ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ജിയോഗ്രഫിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. ഇതിൻ്റെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. നിങ്ങൾക്കറിയാം, നമ്മൾ കൂടുതലായിട്ടും ക്ലാസ്സുകൾ മാപ്പുകളൊക്കെ യൂസ് ചെയ്ത് കൂടുതലൊന്നും മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തു പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സുമാണ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മറക്കാതെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ഇത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് പോലെ തന്നെ SCRT ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അത് നമുക്കറിയാമല്ലോ, 2024 LDC എക്സാം നടക്കുന്ന വരെയുള്ള ഏറ്റവും എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യാൻ പറ്റുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ക്വസ്റ്റ്യൻ മാത്രമല്ല പഠിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സും പഠിച്ചു പോകണം. LDCയുടെ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. എന്നാൽ നമ്മൾ ആ സിലബസിലെല്ലാം ഡീപ്പായി പഠിക്കേണ്ടതില്ല. ഈ പറയുന്ന എല്ലാ പോർഷൻസും വാസ്റ്റായിട്ട് തന്നെ നമ്മൾ പഠിക്കുക. എന്നാൽ ഓരോ പോർഷൻസ് എടുത്ത് ഡീപ്പായിട്ട് പഠിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഡീപ്പായിട്ട് പഠിക്കേണ്ടത് നമുക്ക് കൂടുതലും ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയാണ്. എന്നാൽ എല്ലാ ടോപ്പിക്കുകളും പക്ഷേ നമ്മൾ കവർ ചെയ്ത് പോകണം. ഒരു ടോപ്പിക്ക് പോലും വിടാതെ വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇറക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി. ഇവയൊന്നുമല്ല. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വിന്ധ്യ ആരവല്ലി മലനിരകളുടെ ഇടയിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് മാൾവ പീഠഭൂമിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. രണ്ട് ഇമേജസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. കൂടുതൽ നമ്മൾ ഈ പറയുന്ന ഹിൽസ് അതുപോലെ തന്നെ റേഞ്ചസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ ഇന്ത്യൻ മാപ്പിൽ അത് എവിടെയാണ് ഏകദേശം സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ ആരവല്ലി റേഞ്ചസ് കാണിച്ചിട്ടുണ്ട് അല്ലേ? രാജസ്ഥാനിലാണ് ആരവല്ലി റേഞ്ചസ് എന്ന് നമുക്കറിയാം. അതുപോലെ വിന്ധ്യ റേഞ്ചസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിന്ധ്യ ആരവല്ലി റേഞ്ചസിനിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്ലേറ്റോ അല്ലെങ്കിൽ പീഠഭൂമി ഏതാണ്? അത് മാൾവ പീഠഭൂമിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ജസ്റ്റ് ഉപദ്വീപീയ പീഠഭൂമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കായിട്ട് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു പോയത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഉപദ്വീപീയ പീഠഭൂമിയാണെന്ന് പറഞ്ഞല്ലേ? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ തന്നെ പ്രധാനമായി 2 മേഖലകളുണ്ടെന്ന് പറഞ്ഞു. അതിന് നമ്മൾ മധ്യമേടുകൾ അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമി, അങ്ങനെ 2ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പറഞ്ഞത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ മധ്യമേടുകൾ, ഡെക്കാൻ പീഠഭൂമി എന്നിങ്ങനെ 2ആയിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളുള്ളത്. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി മാൾവ പീഠഭൂമിയുടെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ. ആരവല്ലി റേഞ്ചസിനും വിന്ധ്യ റേഞ്ചസിനും ഇടയിലാണ് മാൾവ പീഠഭൂമി എന്ന് പറഞ്ഞു. ഈ മാൾവ പീഠഭൂമി കൂടുതലായിട്ടും ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ് കേട്ടോ. മാൾവ പീഠഭൂമി മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞു മധ്യമേടുകൾ, ഡെക്കാൻ പീഠഭൂമി എന്നാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ 2 ഭൂവിഭാഗമായിട്ട് തിരിച്ചിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ മാൾവ പീഠഭൂമിയുടെ പ്രത്യേകത, മധ്യമേടുകളുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് മാൾവ പീഠഭൂമിയിലാണ്. അപ്പോൾ മധ്യമേടുകളുടെ ഭൂരിഭാഗം എവിടെയാണ്? അത് മാൾവ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ ഈ പറയുന്ന മാൾവ പീഠഭൂമി എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യമേടുകളുടെ ഏകദേശം പടിഞ്ഞാറ് പ്രദേശത്താണ് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ മധ്യമേടുകൾ ഇവിടെയാണ്. അതിൻ്റെ ഏകദേശം പടിഞ്ഞാറ് പ്രദേശത്തായിട്ട് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ മധ്യമേടുകളുടെ ഏകദേശം ഭൂരിഭാഗം ഭാഗവും ഈ പറയുന്ന മാൾവ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതത്രയും കാര്യങ്ങളൊന്നും ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയാണ് കൂടുതൽ മാപ്പുകൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആരവല്ലി റേഞ്ചസ് ഇവിടെ കാണാം. വിന്ധ്യ, സത്പുര. അപ്പോൾ നമ്മൾ പറഞ്ഞു വിന്ധ്യയുടെ സത്പുരയുടെയും ലൊക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സത്പുരയാണ് സദേൺ ആയിട്ടുള്ളത്, വിന്ധ്യയാണ് നോർത്തേൺ ആയിട്ടുള്ളത്. ഈ 2 നോർത്ത് ഭാഗത്ത് വരുന്ന വിന്ധ്യയാണ് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെയുണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുണ്ട്, ഡെക്കാൻ പ്ലേറ്റോ ഒക്കെ, ഡെക്കാൻ പീഠഭൂമിയൊക്കെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കി പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ സി മാൾവ പീഠഭൂമി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. നമ്മൾ പൊതുവെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ ആണ്. ഇവിടെ നോക്കിയേ, ഏതാണ് ഛോട്ടാ നാഗ്പൂർ? ഇതാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ. അപ്പോൾ നമ്മൾ മാൾവ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ പഠിച്ചു അല്ലേ? ഈ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ അല്ലെങ്കിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മധ്യ പുൽമേടുകളുടെ കിഴക്കൻ പ്രദേശത്താണ്. അപ്പോൾ മധ്യ പുൽമേടുകൾ ഏകദേശം ഈ ഒരു പ്രദേശത്തായിട്ട് വരും. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാൾവ പ്ലേറ്റോ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കിഴക്കൻ ഭാഗത്താണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ അല്ലെങ്കിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ധാതു കലവറയാണെന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇനി ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് കൂടുതലായിട്ടും ജാർഖണ്ഡ്, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ച് കിടക്കുന്നത്. മാൾവ പീഠഭൂമി ആണെങ്കിൽ ഏകദേശം മധ്യപ്രദേശിലാണെന്ന് പറഞ്ഞു. ഛോട്ടാ നാഗ്പൂർ ആണെങ്കിൽ ജാർഖണ്ഡ്, നമുക്കറിയാം ജാർഖണ്ഡൊക്കെ ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് അല്ലേ? അപ്പോൾ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ച് കിടക്കുന്നത്. അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഇനി ഒരു കാര്യം നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി, ഏറ്റവും വലിയ പീക്ക് ഏതാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അത് പരസ്നാഥാണ് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ പീക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് പരസ്നാഥാണ്. അതൊന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി അതേതാണ്? ദാമോദർ നദിയാണ് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മധ്യമേടുകൾക്ക് കിഴക്കൻ ഭാഗത്താണ്. അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ഏതാണ്? പരസ്നാഥാണ്. കൊടുമുടി പരസ്നാഥാണ്. ധാതു കലവറ എന്നറിയപ്പെടുന്നു ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് വ്യാപിച്ചാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ വിന്ധ്യ, ഓപ്ഷൻ ബി സത്പുര, ഓപ്ഷൻ സി ആരവല്ലി, ഓപ്ഷൻ ഡി ഹിമാലയൻ പർവ്വതനിര. ഇവിടെ ആൻസർ നമുക്കെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ആരവല്ലി പർവ്വതനിരയാണ് അല്ലേ? ഇതിൽ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? അത് ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതനിരയുടെ ലൊക്കേഷൻ നമുക്കറിയാം, രാജസ്ഥാനിലാണ്. ഏകദേശം ഇവിടെയായിട്ട് വരും. ഛോട്ടാ നാഗ്പൂർ ഇവിടെയാണ്. വിന്ധ്യ സത്പുര നമ്മൾ പറഞ്ഞു. അതുപോലെ മാൾവ പീഠഭൂമി ഏകദേശം ഇവിടെയായിട്ട് വരും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണേ. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലിയാണ്. ഇന്ത്യയുടെ ഏകദേശം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ഇതാണല്ലേ നോർത്ത്, ഇതാണ് വെസ്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയാണെന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിര. അതിനുശേഷം ഇങ്ങോട്ട് നമുക്ക് പറയാൻ പർവ്വതനിരകളൊന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ ആരവല്ലി പർവ്വതനിരയാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പീക്ക് ഏതാണ്? പീക്ക് ഗുരുശിഖറാണ്. ഗുരുശിഖറാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മൗണ്ട് അബു. അത് ആരവല്ലി പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ ആരവല്ലി പർവ്വതനിരയിലെ പ്രധാനപ്പെട്ട ഒരു ചുരം അഥവാ പാസ് ഉണ്ട്, അതാണ് ഹാൽഡിഘട്ട്. അതും ഒന്ന് അറിഞ്ഞു വെക്കണം. ഹാൽഡിഘട്ട് പാസ് സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. ഇനി ഈ ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിലുള്ള നഗരവും അറിഞ്ഞു വെക്കണം. അത് അജ്മീറാണ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആൻസർ നമ്മൾക്ക് അറിയാതെ പോകരുത്. അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തുകൂടെ പോകണം നമുക്ക് ഈ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ പഠിച്ചു ആരവല്ലി പർവ്വതനിരയുടെ ലൊക്കേഷൻ പറഞ്ഞു. അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണെങ്കിൽ അത് ഗുരുശിഖറാണെന്ന് പറഞ്ഞു. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു ആണെന്ന് പറഞ്ഞു. ആരവല്ലി പർവ്വതനിരയിലെ ചുരമാണെങ്കിൽ ഹാൽഡിഘട്ടാണ്. അതുപോലെ ആരവല്ലിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അത് അജ്മീറാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഇങ്ങനെ ചോദിക്കാം, മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിക്കാം. നമ്മൾ പറഞ്ഞു മാൾവ ഏകദേശം ഇവിടെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ട് ഏകദേശം എങ്ങനെയാണ്? ഇങ്ങനെ വരുമ്പോൾ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? അത് ആരവല്ലി പർവ്വതനിരയാണ്. അപ്പോൾ മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ആരവല്ലിയാണ്. ഇനി മൗണ്ട് അബുവായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു, സുഖവാസ കേന്ദ്രമാണെന്ന് പറഞ്ഞു. അവിടെ ഒരു തടാകമുണ്ട്, അതിൻ്റെ പേര് നക്കി തടാകം എന്നാണ് കേട്ടോ.
വേണമെങ്കിൽ നമ്മളോട് ലേക്സ് ഒക്കെ ചോദിക്കാം. ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവിടുത്തെ വേണമെങ്കിൽ ചോദിക്കാം. നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് അത്രയും കാര്യങ്ങളൊന്ന് ആരവല്ലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പച്മർഹി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? വിന്ധ്യ, സത്പുര, ആരവല്ലി, ഹിമാലയൻ പർവ്വതനിര. ഇവിടെ ഓപ്ഷൻ ബി ആണ്. സത്പുര പർവ്വതനിരയിലാണ് പച്മർഹി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സത്പുരയുടെ ആ ഒരു ലൊക്കേഷൻ ഒന്ന് അറിഞ്ഞു വെക്കണം. വിന്ധ്യയ്ക്ക് തെക്കായിട്ടാണ് അല്ലേ സത്പുര വരുന്നത്. അതായത് ഈ വിന്ധ്യ സത്പുര നമ്മളെപ്പോഴും ഒരുമിച്ച് പറയുന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? എങ്ങനെ ചോദിച്ചാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആൻസർ വേണമെങ്കിൽ വിന്ധ്യ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു സത്പുരയിലാണ് ഈ പറയുന്ന നമ്മുടെ പച്മർഹി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയെ വടക്കേ ഇന്ത്യ അതുപോലെ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിന്ധ്യ പർവ്വതനിര എന്ന് പറയാം. ഇനി വിന്ധ്യാനിരകൾക്ക് സമാന്തരമായിട്ടാണ് ഈ പറയുന്നത് സത്പുര സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സത്പുരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് നർമ്മദ, താപ്തി നദികളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ വിന്ധ്യ പർവ്വതനിര ഇവിടെയാണെന്ന് പറഞ്ഞു. അതിന് സദേണായിട്ടാണ് സത്പുരയുള്ളത്. ഇതിൻ്റെ ഇടയിലൂടെയാണ് നർമ്മദ നദി. അതുപോലെ സത്പുരയ്ക്ക് താഴെയാണ് നമ്മുടെ താപ്തി നദി. ഓക്കെ, അപ്പോൾ വിന്ധ്യയ്ക്ക് തെക്കുഭാഗത്ത് നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിൽ വരുന്ന ഏതാണ് ഹിൽസ് ഏതാണെന്ന് ചോദിച്ചാൽ, പർവ്വതനിരകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സത്പുര നിരകളാണ്. വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് സത്പുരയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ വിന്ധ്യ സത്പുര മലനിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകളുണ്ട്. അവയാണ് മൈക്കല നിരകൾ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. മൈക്കല നിരകൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വിന്ധ്യ സത്പുര മലനിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകളാണ് മൈക്കല നിരകൾ. അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി നമ്മൾ പറഞ്ഞു പച്മർഹി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സത്പുരയിലാണെന്ന് പറഞ്ഞു. അതുപോലെ സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ, സത്പുരയിലെ പീക്ക് ഏതാണ്? സത്പുരയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദുബ്ഗഡ്. ദുബ്ഗർഗാണ്, ദുബ്ഗഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ദുബ്ഗർഗാണ് ഈ പറയുന്ന സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സത്പുരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പച്മർഹി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സത്പുരയിലാണ്. വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലാണ് സത്പുര നിരകൾ സ്ഥിതി ചെയ്യുന്നത്. സത്പുരയിലെ പീക്ക് ഏതാണെന്ന് ചോദിച്ചത് ദുബ്ഗഡ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ഏതാണെന്നൂടെ അറിഞ്ഞു വെക്കണം. വിന്ധ്യാനിരകളിലെ ഉയരം കൂടിയ പീക്ക് ഏതാണ്? അത് സദ്ഭാവന പീക്ക് അഥവാ ഗുഡ്വിൽ പീക്ക് എന്ന് പറയും. സദ്ഭാവന പീക്ക് ഓർ ഗുഡ്വിൽ പീക്ക് എന്നറിയപ്പെടുന്നത് വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ആരവല്ലിയിലെ ഉയരം കൂടിയത് ഗുരിശിഖറാണെന്ന് പറഞ്ഞു, മുൻപത്തെ ക്വസ്റ്റിനെ പറഞ്ഞു. അതുപോലെ സത്പുരയിലെ ഉയരം കൂടിയത് ദുബ്ഗർഗാണെന്ന് പറഞ്ഞു. വിന്ധ്യയിലെ സദ്ഭാവന പീക്ക് അഥവാ ഗുഡ്വിൽ പീക്കാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോകണം. ഇനി സത്പുരയിലാണ് ഈ പറഞ്ഞ പച്മർഹി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നമ്മുടെ പച്മർഹി മലനിരകളാണ് കേട്ടോ. പച്മർഹിയാണ് സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ജയ്പൂർ, ആരവല്ലി പർവ്വതനിര, ജയ്സാൽമീർ, മൗണ്ട് അബു. ഇതിലേതാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജയ്സാൽമീർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് അല്ലേ, ഏറ്റവും ലാർജസ്റ്റ് മരുഭൂമിയാണ് ഈ പറയുന്ന താർ മരുഭൂമി. ഈ താർ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റിൻ്റെ ആ ഒരു ഇമേജ് തന്നെ നമുക്ക് നോക്കാം. ആരവല്ലി പർവ്വതനിരയ്ക്ക് പടിഞ്ഞാറായിട്ടാണ് കേട്ടോ താർ ഡിസേർട്ട്. എവിടെയാണ്? ആരവല്ലി പർവ്വതനിരയ്ക്ക് പടിഞ്ഞാറായിട്ടാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ്, ലൊക്കേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെയിം ഫിഗർ ആയതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റിനും അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ താർ മരുഭൂമിയുടെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന ജയ്സാൽമീറാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആരവല്ലിക്ക് പടിഞ്ഞാറായിട്ടാണ്. ഇനി താർ മരുഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രാജസ്ഥാൻ. അത് നമുക്കറിയാം അല്ലേ. രാജസ്ഥാൻ,
അതുപോലെ ഗുജറാത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഗുജറാത്ത്, അതുപോലെ നമ്മുടെ പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് കൂടുതലായിട്ടും ഈ താർ മരുഭൂമി വിസ്തരിച്ച് കിടക്കുന്നത്. അപ്പോൾ രാജസ്ഥാനാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് അല്ലേ. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ താർ മരുഭൂമി വ്യാപിച്ചിട്ടുണ്ട്. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന രാജസ്ഥാനാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്, അതും ഒന്ന് അറിഞ്ഞു വെക്കണം. ലൂണിയാണ് അല്ലേ. ലൂണിയാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി, അതൊന്ന് ഓർത്തു വെക്കണം. അത്രയും കാര്യങ്ങളാണ് അറിഞ്ഞു വെക്കേണ്ടത്. പിന്നെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് ഏകദേശം 150 മില്ലിമീറ്ററിൽ താഴെയാണ് കേട്ടോ. താർ മരുഭൂമിയിലെ വാർഷിക മഴയുടെ അളവാണ് 150 മില്ലിമീറ്ററിൽ താഴെയാണ്. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ SSCRT ഉള്ളതുകൊണ്ട് തന്നെ റെയറായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ താർ മരുഭൂമിയിലെ വാർഷിക മഴയുടെ നിരക്കാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അളവാണ് പറഞ്ഞിട്ടുള്ളത്, 150 മില്ലിമീറ്ററിന് താഴെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ് കൂടുതലായിട്ടും. പിന്നെ ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളിലുമുണ്ട്. ലൂണി ഈ പറയുന്ന താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. പിന്നെ നമ്മൾ ജയ്സാൽമീർ, താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീറാണ്. അത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടൊന്ന് ബേസിക്കായിട്ട് അറിഞ്ഞു വയ്ക്കാം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ബി ഡെക്കാൻ പീഠഭൂമി, സി മാൾവ പീഠഭൂമി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണെങ്കിൽ അത് ഡക്കാൻ പീഠഭൂമിയാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇവിടെ ഡെക്കാൻ പീഠഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയാം. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, ഡെക്കാൻ പീഠഭൂമിയുടെ ആ ഒരു പാർട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാൾവ പീഠഭൂമിയുടെ കാര്യങ്ങൾ പറഞ്ഞു, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ കാര്യം പറഞ്ഞു. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറയുകയാണ്. ഡെക്കാൻ പീഠഭൂമി പറയുകയാണെങ്കിൽ നർമ്മദയ്ക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. നർമ്മദ റിവറിന് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് സത്പുരയും തെക്ക് കന്യാകുമാരി വരെയുമാണ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി എവിടേക്കാണ് വ്യാപിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ സത്പുര മുതൽ, നോർത്തേൺ ഭാഗത്ത് സത്പുര മുതൽ കന്യാകുമാരി വരെ അല്ലേ. കന്യാകുമാരി സതേൺ ഭാഗത്ത് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ സത്പുര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ ഏതൊക്കെയാണ്? ഇത് ഡെക്കാൻ പീഠഭൂമി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് മൈക്കല റേഞ്ചസ്, ഈ പറയുന്ന മൈക്കല റേഞ്ചസ്, അതുപോലെ മഹാദേവോ കുന്നുകൾ, അതുപോലെ തന്നെ കൈമൂർ കുന്നുകൾ, കൈമൂർ ഹിൽസ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക്, ഇതാണ് നോർത്ത്, ഇതാണ് ഈസ്റ്റ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്കായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഹിൽസ് പ്രധാനപ്പെട്ടത് മൈക്കല ഹിൽസ്, മൈക്കല റേഞ്ചസ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. മഹാദേവ ഹിൽസ് ഉണ്ട്, കൈമൂർ ഹിൽസ് ഉണ്ട്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതുപോലെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ തെക്കു ഭാഗത്തൊക്കെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാർഡമോം ഹിൽസ്, പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കാർഡമോം ഹിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ആനമലൈ ഹിൽസ് ഉണ്ട്. അതുപോലെ തന്നെ നീലഗിരി, പിന്നെ നമ്മുടെ സഹ്യാദ്രി എന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റേൺ ഹിൽസിന് പറയുന്നതാണ് കേട്ടോ, സഹ്യാദ്രി. ഇത്രയും ഹിൽസാണ് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെന്ന് പറയാം. കൂടുതലും പടിഞ്ഞാറ് ഭാഗത്താണ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമി ഇതാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞു. ഡെക്കാൻ പീഠഭൂമി നർമ്മദാ നദിക്ക് തെക്കായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വടക്ക് സത്പുര മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന ഡെക്കാൻ പീഠഭൂമിയാണെന്ന് പറയാം. അതുപോലെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട മലനിരകളാണ് കൈമൂർ ഹിൽസ്, മൈക്കല ഹിൽസ്, അല്ലെങ്കിൽ മൈക്കല റേഞ്ചസ് എന്ന് പറയാം, മഹാദേവ ഹിൽസ്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. പിന്നെ പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് സഹ്യാദ്രി ഹിൽസ് ഉണ്ട്, നീലഗിരി ഹിൽസ് ഉണ്ട്, ആനമലൈ ഹിൽസ് ഉണ്ട്, കാർഡമോം ഹിൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാപ്പ് വെച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിച്ചു വയ്ക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കുറച്ച് കാര്യങ്ങൾ ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറയുമ്പോൾ 1-2 കാര്യം കൂടെ പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി ക്ലാസ്സുകളൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് കേട്ടോ. ഈ ഡെക്കാൻ പീഠഭൂമിയിൽ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായത്. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ലാവ വന്നിട്ടാണ് അല്ലേ, ലാവ തണുത്തുറഞ്ഞിട്ടാണ് ഈ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ലാവ രൂപം കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പ്രദേശത്ത് നമുക്ക് ഡെക്കാൻ ട്രാപ്പ് ഏരിയ എന്ന് പറയാം. അപ്പോൾ ലാവ കൊണ്ട് നിറഞ്ഞ ആ ഒരു ഏരിയയാണ് ഡെക്കാൻ ട്രാപ്പ് ഏരിയ എന്ന് പറയുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി ഈ ലാവ ശിലകൾക്ക് കൂടുതലായിട്ടും അപക്ഷയം സംഭവിച്ച് കറുത്ത മണ്ണാണ് ഈ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല നമ്മൾ പറഞ്ഞു ലാവ തണുത്തുറഞ്ഞുണ്ടായതാണെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ അത് ആഗ്നേയ ശിലകൾ കൊണ്ട് രൂപീകൃതമാണെന്ന് പറയാം. ആഗ്നേയ ശിലകളാണ് കേട്ടോ. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയിൽ അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് മേഖല ഏത് ശിലകളാൽ നിർമ്മിതമാണെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. ഇതിന് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ആഗ്നേയ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് അവിടെ കറുത്ത മണ്ണുണ്ടാകുന്നു. അത് എന്തിനാണ്? പരുത്തി കൃഷിക്കൊക്കെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ കരിമ്പ് കൃഷിക്ക്, പരുത്തി കൃഷിക്കൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന കറുത്ത മണ്ണാണ്. അതും ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഈ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളും ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ മുമ്പ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ നമ്മൾ പറഞ്ഞു ദാമോദർ നദിയാണെന്ന് പറഞ്ഞല്ലേ. അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ആണെങ്കിൽ മഹാനദി, ഗോദാവരി, അതുപോലെ കാവേരി, കൃഷ്ണ, അതൊക്കെ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? മഹാനദി, അതുപോലെ കാവേരി, കൃഷ്ണ, പിന്നെ നമ്മുടെ ഗോദാവരി, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗോദാവരി. ഇത്രയും നദികളാണ് മേജർ നദികൾ ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്നത്. മഹാനദി, കാവേരി, കൃഷ്ണ, ഗോദാവരി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നദികൾ പഠിക്കുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം, കിഴക്കൻ പർവ്വതനിരകൾ, ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി പശ്ചിമഘട്ടമാണ് അല്ലേ. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതാണ്, അത് പശ്ചിമഘട്ടമാണ്. ഇതാണ് അറബിക്കടൽ. അറബിക്കടലിന് സമാന്തരമായിട്ട് ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പശ്ചിമഘട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം അല്ലേ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമാണെന്ന് പറയാം നമ്മുടെ പശ്ചിമഘട്ടം. അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശ നീളം, ശരാശരി നീളം അത് 1600 കിലോമീറ്ററാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്ററാണ്. ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെയാണ് ഈ പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്. ഏകദേശം ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതലാണ് ഈ പറയുന്ന കന്യാകുമാരി വരെ ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ അപ്പോൾ നമുക്കറിയാം. ഈ പറയുന്ന നമ്മുടെ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗോവ, അതുപോലെ കർണാടക, കേരളം, തമിഴ്നാട്. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് വെസ്റ്റേൺ ഘട്ട് കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, നമ്മുടെ കർണാടകയുണ്ട്, അതുപോലെ ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, അതുപോലെ നമ്മുടെ കേരള, പിന്നെ തമിഴ്നാട്. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് വെസ്റ്റേൺ ഘട്ട് കൂടുതലായിട്ടും കടന്നു പോകുന്നത്. ഇനി നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ് കേട്ടോ. ആനമുടി. വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അതിൻ്റെ ഒരു ഉയരം നമ്മൾ ഏകദേശം അറിഞ്ഞു വെക്കണം. 2695 മീറ്ററാണ് കേട്ടോ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്. വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. നമ്മുടെ 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഇനി വെസ്റ്റേൺ ഘട്ടിലെ പ്രധാനപ്പെട്ട ചുരങ്ങളും ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പാലക്കാട് ചുരം നമുക്കറിയാം, വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. അതുപോലെ മുംബൈയിൽ 2 ചുരങ്ങൾ ഉണ്ട്. അതാണ് താൽഘട്ട്, അതുപോലെ തന്നെ ബോർഘട്ട്. ഈ 2 ചുരങ്ങളും വെസ്റ്റേൺ ഘട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. താൽഘട്ടും ഉണ്ട്, ബോർഘട്ടും ഉണ്ട്. രണ്ടും ഈ പറയുന്ന മഹാരാഷ്ട്രയിലാണ്. താൽഘട്ടാണെങ്കിൽ അത് മുംബൈയെ നാസിക്കുമായി കണക്ട് ചെയ്യുന്നതാണ്. മുംബൈയെ നാസിക്കുമായി കണക്ട് ചെയ്യുന്ന ചുരമാണ് താൽഘട്ട്. ബോർഘട്ടാണെങ്കിൽ മുംബൈയെ
പൂനെയുമായി സ്ഥിതി ചെയ്യുന്നു. പൂനെയുമായി കണക്ട് ചെയ്യുന്നതാണ് ബോർഘട്ട് കേട്ടോ. അപ്പോൾ താൽഘട്ട്, ബോർഘട്ട്, പാലക്കാട് ചുരം. പാലക്കാട് നമുക്ക് ചുരം അറിയാമല്ലോ, പാലക്കാടിനെ കോയമ്പത്തൂരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താൽഘട്ടാണെങ്കിൽ മുംബൈയെ നാസിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. ബോർഘട്ടാണെങ്കിൽ മുംബൈയെ പൂനെയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കാം. പിന്നെ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിന് പല പേരുകളുണ്ട്. സഹ്യാദ്രി എന്നറിയപ്പെടുന്നുണ്ട്, സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ നീലഗിരി മല എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സഹ്യാദ്രി എന്നറിയപ്പെടുന്ന കൂടുതലായിട്ടും മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. കേരളത്തിലത് സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ നീലഗിരി മല എന്നറിയപ്പെടുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ തന്നെ പേരുകളാണ്. സഹ്യാദ്രി, സഹ്യപർവ്വതം, നീലഗിരി മല എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വെസ്റ്റേൺ ഘട്ടമാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. അടുത്തത്, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ദൊഡബെട്ട, ജിന്താഗഡ, ആരവല്ലി, ആനമുടി. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ജിന്താഗഡയാണ്. ഓക്കെ, നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏകദേശം ഈ ഒരു ഭാഗത്താണ് അല്ലേ. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിനോട് പാരലായിട്ടാണെന്ന് പറയാം. അപ്പോൾ ഈ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ജിന്താഗഡ കൊടുമുടിയുള്ള ജിന്താഗഡ. അതുപോലെ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ആനമുടിയാണെന്ന് പറഞ്ഞല്ലേ. ഈ ജിന്താഗഡ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. ജിന്താഗഡയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജിന്താഗഡ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഏകദേശം ഇവിടെയായിട്ട് വരും ജിന്താഗഡ പീക്ക് കേട്ടോ. ജിന്താഗഡ പീക്ക് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇനി നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ദൊഡബെട്ട. നമ്മൾ ഈ പറയുന്ന ഊട്ടി പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ദൊഡബെട്ടയാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ദൊഡബെട്ടയാണ്. ഇനി നമ്മൾ പറഞ്ഞു സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അതേതാണ്? അത് ദുബ്ഗർഗ് ആണെന്ന് പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ ദുബ്ഗർഗ് ആണ് സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറഞ്ഞു. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി ആരവല്ലി നിരയിലെ ആണെങ്കിൽ അത് ഏറ്റവും ഉയരം കൂടിയതാണ് മൗണ്ട് ഗുരുശിഖർ ആണ് അല്ലേ. ഗുരുശിഖർ ആണ്, അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി ഛോട്ടാ നാഗ്പൂർ ഈ പറയുന്ന പീഠഭൂമിയിലെ ആണെങ്കിൽ അത് പരസ്നാഥാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പരസ്നാഥാണ്. അതിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കും. ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ ആരവല്ലിയിലേതാണെങ്കിൽ ഗുരുശിഖറാണ്. നമ്മുടെ ഈ പറയുന്ന സത്പുരയിലെ ആണെങ്കിൽ ദുബ്ഗഡാണ്. അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിന്ധ്യയിലെ ആണെങ്കിൽ വിന്ധ്യയിലേതാണെങ്കിൽ അത് സദ്ഭാവന ഹിൽസാണ് ഏറ്റവും ഉയരം കൂടിയത്. അല്ലെങ്കിൽ നമുക്കതിനെ ഗുഡ്വിൽ പീക്ക് എന്നും പറയാം അല്ലേ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു ജിന്താഗഡയാണെങ്കിൽ ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയതാണ്. ആനമുടിയാണെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയതാണ്. അതുപോലെ ദൊഡബെട്ടയാണെങ്കിൽ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പോയിൻ്റാണ്. അത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ ഛോട്ടാ നാഗ്പൂരിലെ പരസ്നാഥ് കേട്ടോ. അത്രയും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച വ്യക്തി ആരാണ്? ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചതാണ് ചോദിച്ചിട്ടുള്ളത്. മാധവ് ഗാഡ്ഗിൽ, ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ, പ്രഭാത് നായിക് ഇവയൊന്നുമല്ല. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് സംസ്ഥാന ഗവൺമെൻറ് കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇപ്പോൾ ഈ വെസ്റ്റേൺ ഘട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ അധികം കമ്മീഷനൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതായിരുന്നു? അതാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയായിരുന്നു പശ്ചിമ ഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച ആ ഒരു കമ്മിറ്റി. അതൊന്ന് ഓർത്ത് വയ്ക്കുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതാണ്. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? അത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു. അങ്ങനെയാണ് ഇതിന് ആ ഒരു പേര് കിട്ടുന്നത്. ഇനി ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2011 കേട്ടോ. 2011 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ ഒരു റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായിട്ടും പരിസ്ഥിതി ലോല മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായിട്ടും
ഈ പറയുന്ന പരിസ്ഥിതി ലോല മേഖലയിലാണ് ഉണ്ടായിരുന്നത്. ഇനി ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വീണ്ടും ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് നിയമിക്കുന്നത്. അത് കസ്തൂരി രംഗൻ കമ്മിറ്റിയായിരുന്നു. കസ്തൂരി രംഗൻ കമ്മിറ്റി. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് നിയമിക്കുന്നത്. അത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനാണ്. അതിനുശേഷം ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കൊണ്ടുവന്ന റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏകദേശം 123 വില്ലേജുകൾ എന്തായിരുന്നു, പരിസ്ഥിതി ലോല മേഖലയിലായിരുന്നു. പരിസ്ഥിതി ലോല മേഖലയിൽ 123 വില്ലേജുകൾ ഉണ്ടായിരുന്നു. ഇനി ഈ പറയുന്ന കസ്തൂരി രംഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ കേരള സർക്കാർ നിയമിക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ പഠിക്കുക. ആദ്യം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ് നിയോഗിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനാണ്. 2011 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതനുസരിച്ച് കേരളത്തിൽ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായിട്ടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടു. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് കസ്തൂരി രംഗൻ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശമായിരുന്നു. അതിനുശേഷം കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ഇതെല്ലാം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അറിഞ്ഞു വയ്ക്കുക. അടുത്തത് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ആനമുടി, ഓപ്ഷൻ ബി നീലഗിരി കുന്നുകൾ, ഓപ്ഷൻ സി പളനി ഹിൽസ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി നീലഗിരി കുന്നുകളാണ്. അപ്പോൾ വെസ്റ്റേൺ ഘടനയും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ ഘടനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീലഗിരി കുന്നുകളാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. നമ്മൾ പഠിച്ചു അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്നത് നമ്മുടെ വെസ്റ്റേൺ ഘട്ട് ആണെങ്കിൽ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്നത് ഈസ്റ്റേൺ ഘട്ട് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഗുജറാത്ത് മഹാരാഷ്ട്ര ആ ഒരു അതിർത്തി മുതൽ നമ്മുടെ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് വെസ്റ്റേൺ ഘട്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ ഘട്ട് ആണെങ്കിൽ അത് മഹാനദി താഴ്വര മുതൽ നമ്മുടെ നീലഗിരിയുടെ തെക്കുവരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്കുവരെയാണ് പൂർവ്വഘട്ടം അഥവാ ഈസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വഘട്ടം ഈസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുതൽ എവിടെ വരെയാണ്? മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്കുവരെയാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. ഇനി ഈ പറയുന്ന നമ്മുടെ ഈസ്റ്റേൺ ഘട്ടിൽ പൂർവ്വഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പർവ്വത നിരകൾ ചോദിച്ചാൽ അത് മഹേന്ദ്രഗിരി, അതുപോലെ ഷെവറോയ്, അതുപോലെ ജാവതി ഹിൽസ്, അതൊക്കെ ഈ പറയുന്ന പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഹിൽസാണ്. പിന്നെ നമ്മൾ പഠിച്ചു വെക്കണം, നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ, നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ പറഞ്ഞു. അതാണ് ഈ പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളും. അത് നമ്മുടെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അതൊക്കെ നമ്മുടെ പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികളാണെന്ന് പറയാം. മഹാനദി, അതുപോലെ ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇതൊക്കെ പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികളാണ്. പിന്നെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്താഗഡയായിരുന്നു അല്ലേ. ജിന്താഗഡയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ട ഹിൽസ് പറഞ്ഞു. മഹേന്ദ്രഗിരി ഹിൽസ് ഉണ്ട്, ഷെവറോയ് ഹിൽസ് ഉണ്ട്, ജാവതി ഹിൽസ് ഉണ്ട്. അത് നമ്മളിവിടെ ഇമേജ് കാണിച്ചു. ജാവതി, ഷെവറോയ്, ഇതൊക്കെ ഈ പറയുന്ന പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഹിൽസാണ് കേട്ടോ. ജാവതി, ഷെവറോയ്, അതുപോലെ തന്നെ നമ്മുടെ മഹേന്ദ്രഗിരി ഹിൽസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നല്ലമല, പളനി, നൽഗൊണ്ട ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്ന പൂർവ്വഘട്ടത്തിലാണ് കേട്ടോ. പളനി, അതുപോലെ തന്നെ നല്ലമല, അതുപോലെ നൽഗൊണ്ട മലകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂർവ്വഘട്ടത്തിലാണ്, ഈസ്റ്റേൺ ഘട്ടിലാണ്. അത്രയും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് റിവൈസ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഈ ക്ലാസ് പോയിട്ടുള്ളത്. കുറച്ച് സമയം എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് പോർഷൻസ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.